ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രകാശിന്റെ കല്യാണം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രകാശിനും അതുപോലെ തന്നെ വിക്രത്തിനും ഒക്കെ ഭയങ്കര സന്തോഷം. വിക്രമാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് മുൻപന്തിയിലുള്ളത്. അങ്ങനെ പ്രകാശനും ലക്ഷ്മിക്കും വേണ്ടുന്ന മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രമാദിത്യൻ. പ്രകാശനാണെങ്കിൽ ഭയങ്കര നാണമായിട്ടോ. പ്രകാശൻ നേരെ ചെല്ലുക മകന്റെ അടുത്തേക്ക്. മോനെ വിക്രം, ദേ നീ എന്താടേ കാണിക്കുന്നത്? ഇതെന്റെ കൂട്ടുകാരെങ്കിലും ഒക്കെ ചെയ്യൂലേ? അച്ഛാ, അച്ഛൻ്റെ കൂട്ടുകാർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇതൊക്കെ എനിക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? ആ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു വിക്രം ഇങ്ങനെ നമ്മുടെ പ്രകാശനെ പൊക്കി പറയാണ്. ഇനി നമ്മൾ പഴയതുപോലെയുള്ളൊരു ജീവിതമൊന്നും അല്ലല്ലോ അച്ഛ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ ലക്ഷ്മി അമ്മയുണ്ടല്ലോ, അച്ഛനെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. എൻ്റെ അമ്മയായിട്ടുള്ള ദീപയെ പോലെയൊന്നും അല്ല. അവരനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പം കല്യാണിയുടെ വീട്ടിൽ പോയി നിന്ന് അവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്ത് നിൽക്കുകയല്ലേ. ഇനി അവർക്ക് മനസ്സിലാവും അച്ഛൻ ആരായിരുന്നെന്നും ഈ ഞാൻ ആരായിരുന്നെന്നും. നമ്മളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് വമ്പൻ നഷ്ടമായി മാറുമെന്നും അവർ ചിന്തിക്കുന്ന ഒരു ദിവസം വരും. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇപ്പം എന്തായാലും എനിക്ക് ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ. നല്ലൊരു ഒന്നാന്തരം ഒരു ചേച്ചിയും കിട്ടി. അതുപോലെ തന്നെ കോടീശ്വരിയായിട്ടുള്ള ഒരു രണ്ടാനമ്മയും കിട്ടി. അച്ഛനാണ് ശരിക്കും പറഞ്ഞ കോൾ അടിച്ചിരിക്കുന്നത്. അച്ഛൻ ഇനി കോടീശ്വരനല്ലേ ഇതൊക്കെ പ്രകാശിൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഈ സമയമാണെങ്കിലോ പ്രകാശൻ പറഞ്ഞു, മോനേടാ സംഭവമൊക്കെ ശരി തന്നെയാ. എന്തായാലും ഇതേ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നിനക്കറിയാവുന്നവരൊക്കെ തന്നെയാണ്. ബാലണ്ണനും അതുപോലെ രാജപ്പൻ അണ്ണനും പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരും രാഹുലും ഒക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ ഒരു 2 പെഗ് അച്ഛൻ കഴിച്ചോട്ടെ മോനെ എന്ന് ചോദിച്ചു. അതിനെന്താ അച്ഛാ, പിന്നെ ഓവറാകരുത്. അച്ഛനറിയാലോ വയ്യായികകളൊക്കെ ഉള്ളതാണ്. എൻ്റെ മോനെ ഇല്ലടാ, നീ ഇത്രയധികം അച്ഛനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പ്രകാശൻ തൻ്റെ മകൻ്റെ കവിളിലൊക്കെ തലോടി പുള്ളിക്കാരനങ്ങ് പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രാജപ്പനും അതുപോലെ തന്നെ അണ്ണന്മാരെല്ലാവരും കൂടി അങ്ങ് വരിക. അപ്പം ഇവരെ കണ്ടതും എല്ലാവരും നേരത്തെ തന്നെ ഉണ്ടല്ലോ. നീയല്ലേ പ്രകാശം ഞങ്ങളെ വിളിച്ചത്? ബാലണ്ണനും രാജപ്പനണ്ണനും ഒക്കെ തലേ ദിവസം തന്നെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന്. അതെ അണ്ണ, അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം നിങ്ങൾ വന്നല്ലോ. എനിക്ക് സന്തോഷമായി. ഇതൊന്നും കാണാനായിട്ട് ദീപയ്ക്ക് പറ്റത്തില്ലല്ലോ. ദീപ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം ചങ്ക പൊട്ടി തകരും. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് ആഘോഷമാക്കാമെന്നും പറഞ്ഞ് ബാലനെയും അതുപോലെ നമ്മുടെ പ്രകാശൻ എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പം ഞാൻ ചില സംഗതികളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും ഇവിടെ ഇരിക്കും. പിന്നെ ഇന്ന് മാത്രമല്ല ഇവിടെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ ഒപ്പിട്ട് കഴിയുന്നതിന് ശേഷം അവിടെ വെച്ച് ഒരു സൽക്കാരം ഉണ്ടാവും. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സൽക്കാരോ? അയ്യോ അണ്ണ, അവിടെയല്ല. നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലാണല്ലോ. അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് അല്ലടാ, അതതിന് ബാറൊക്കെയുള്ള ഹോട്ടലായിരിക്കുമല്ലോ. പിന്നെ നമ്മളെന്തിനാ പ്രത്യേകം കരുതുന്നത്? എൻ്റെ അണ്ണൻ എന്ത് മണ്ടനാണ്. നമ്മളെല്ലാവരും കൂടി പോയിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക പകിട്ടൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു സെറ്റപ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രകാശൻ ഭയങ്കര പൊങ്ങച്ചൊക്കെ പറയുക. അല്ല, നിന്റെ പെണ്ണ് എങ്ങാണ്ട് ദൂരസ്ഥലത്തായിരുന്നല്ലോ, അവള് വന്നോന്ന് ചോദിക്കുക. വന്നു. ഇന്നലെ വൈകുന്നേരം എൻ്റെ കാർത്തിക മോള് പോയി കൂട്ടിയിട്ടുണ്ട്. ഇപ്പം അമ്മയും മോളും ഹോട്ടലിലാണ് ഉള്ളത്. നാളെ പെണ്ണിൻ്റെ കൂടെ വരാന്നാ കാർത്തിക മോള് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രകാശ, ഈ വയസ്സാം കാലത്ത് നിനക്ക് വന്നു ചേർന്നൊരു ഭാഗ്യം. എന്തായാലും നിന്റെ ജീവിതം പച്ച പിടിച്ചല്ലോ. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. അണ്ണനൊക്കെ എന്താ പറയുന്നത്? ദേ ഇരിക്കുന്ന ബാലണ്ണനുണ്ടല്ലോ, ചില സമയത്ത് എൻ്റെ മുൻഭാര്യയും അതുപോലെ ആ മിണ്ടാതിരുന്നവളെയും ഒക്കെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി എന്തായാലും ഈ അണ്ണനെങ്ങാനും അങ്ങനെ വല്ല വർത്തമാനവും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എൻ്റെ കമ്പനിയിലൊരു ജോബ് ഓഫർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുമെന്ന് പറയുക. ബാലൻ ഇതൊന്നും കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല. പിന്നെ രാജപ്പൻ നമ്മുടെ ബാലനെ കണ്ണിറക്കി കാണിക്കുകയാണ്. എൻ്റെ പൊന്നു ബാല, നീ കുറച്ചു നേരം ഇതൊക്കെ കേട്ടിരിക്കുക. അങ്ങനെ പ്രകാശൻ പോയി നമ്മുടെ പ്രകാശൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ കാര്യങ്ങൾ മുഴുവനും ഈ ആഘോഷങ്ങൾ മുഴുവനും വീഡിയോ ആക്കി എടുക്കണം. എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ ഇതൊക്കെ വീഡിയോ ആക്കുക. അപ്പം ഈ സമയത്ത് കുറച്ച് ഗ്ലാസ്സൊക്കെ അങ്ങ് നിരത്തി വെച്ചിട്ട് ആശന്മാരെല്ലാവരും കൂടി വെള്ളാടി സെറ്റപ്പ് തുടങ്ങുക. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി പ്രകാശൻ എല്ലാവർക്കും മദ്യമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പം ഈ സമയമാണെങ്കിലും വിക്രമാദിത്യൻ മണിയറയിലാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജപ്പനും ബാലണ്ണനും ഒക്കെ കൂടി മണിയറയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം പറഞ്ഞു, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും നേരത്തെ തന്നെ എത്തിയല്ലോ. പിന്നെ നമ്മുടെ പ്രകാശിന്റെ കല്യാണം അല്ലേ, ഞങ്ങൾക്ക് അതങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ പ്രകാശനും ലക്ഷ്മിക്കും കിടക്കാനായിട്ടുള്ള മണിയറയൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാണ്. അപ്പം പ്രകാശൻ നമ്മുടെ വിക്രത്തിനോട് പറഞ്ഞു, വിക്രമേ മോനെ, ഇനി ഇവര് ചെയ്തോളും, മോൻ പോയിക്കോട്ടോ. ആയിക്കോട്ടെ. അല്ലട പ്രകാശ, നിന്റെ ഹണിമൂൺ എവിടെയായിരിക്കും? ഇംഗ്ലണ്ടിലാണോ അതോ അമേരിക്കയിലാണോ? എന്റെ രാജപ്പണ്ണ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ മോൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? മോൻ പൊക്കോട്ടോ എന്നും പറഞ്ഞ് വിക്രത്തിനെ പറഞ്ഞു വിടുകയാണ്. രാജപ്പണ്ണ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വരുന്ന ജന്മത്തിലും എൻ്റെ വിക്രു എൻ്റെ മോനായിട്ട് തന്നെ പിറക്കണം. ഇവനെ പോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൻ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ കാണില്ല. അത്ര കണ്ട് എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. വെറുതെ അല്ല ഞാൻ അവനെ വിക്രമാദിത്യ എന്നൊക്കെ വിളിക്കുന്നത്. എൻ്റെ മോൻ അത്രയ്ക്ക് നല്ലവനാണ്. ആ പെമ്പിള്ളാരെ പോലെയുള്ള ചതിവ് സ്വഭാവമൊന്നും അല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അല്ലാതെ അവൻ്റെ അമ്മയുടെ പിന്നാലെ പോയില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരുത്തനാ എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞും ഈ പ്രകാശൻ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് നമ്മുടെ ബാലണ്ണനും രാജപ്പനും പരസ്പരം നോക്കുക. പ്രകാശനാണെങ്കിലോ, നിങ്ങളെന്ന് ഇത് ഇവിടെ ചെയ്യൂട്ടോ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന സമയം എൻ്റെ പൊന്നണ്ണ, ഇതൊക്കെ നമ്മൾ സഹിക്കണമല്ലോ. ശരിക്കും ഈ അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറയുന്ന പോലെയാണല്ലോ ഈ പ്രകാശം കാണിച്ചു കൂട്ടുന്നത്. എടാ, ഇപ്പം നമ്മൾ അവൻ്റെ അടുത്ത് ഒന്നും തന്നെ പറയണ്ട. അവൻ വലിയ കോടീശ്വരനൊക്കെ അല്ലേ, അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതെ അങ്ങ് നിൽക്കാം അവൻ്റെ ഒരു കൂട്ടായിട്ട്. പിന്നെ നമ്മൾ നാളെ അവന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അവന് വേണ്ടിയിട്ട് ഒരു തലപ്പാവ്, അതും സ്വർണ്ണ തലപ്പാവാണ്. സ്വർണ്ണ തലപ്പാവിൻ്റെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിൽ സ്വർണ്ണ തലപ്പാവോ? അപ്പൊ എത്ര പവൻ ഉണ്ടാകുവണ്ണ? പവനൊന്നും ഇല്ലടാ, ഞങ്ങള് സ്വർണം പോലെ അത്ര ആ ഒരു ഭംഗിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തലപ്പാവാണ്. ഈ തലപ്പാവയ്ക്ക് അണിഞ്ഞു വേണം നീ നാളെ രജിസ്റ്റർ ഓഫീസിൽ പോവാനായിട്ട്. എന്തായാലും 10,350 പവനും ഒക്കെ അണിഞ്ഞു തന്റെ മഹാലക്ഷ്മി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്വർണ്ണ തലപ്പാവെങ്കിലും വെച്ച് താൻ നിൽക്കണമല്ലോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ പ്രകാശന്റെ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ബൈജുവിന്റെ ഫോണിലേക്ക് ആൾക്കാർ സെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാർത്തിക ഏർപ്പാടാക്കിയതാണ്. അപ്പം അവരാണെങ്കിൽ ഇത് കണ്ടില്ലേ അളിയ, കിരണിനെ കൊണ്ടുവന്ന് ബൈജു ഫോൺ കാണിക്കുക. നോക്ക്, പ്രകാശന്റെ കല്യാണത്തിന്റെ തലേ ദിവസം പ്രകാശൻ അർമാദിക്കുന്ന കാര്യങ്ങളായി കാണുന്നതെന്ന് പറഞ്ഞു. വെള്ളാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്നാലും നമ്മുടെ രതീഷ് അളിയനെ വിളിച്ചില്ലേ? രതീഷ് അളിയൻ വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ ഭാഗത്ത് കാണേണ്ടതാണല്ലോ. രതീഷ് ഇപ്പൊ പഴയതുപോലെ അല്ല ബൈജു. രതീഷിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. രതീഷ് ഇപ്പം പഴയ പോലെ വെള്ളം കണ്ടാല് അവിടെ കമന്ന് വീഴുന്ന ഒരുത്തരൊന്നും അല്ല. അന്തസ്സും അഭിമാനവും ഒക്കെ ഇപ്പൊ അവനും ഉണ്ട്. അവൻ മാറിയല്ലേ? അതെ ദേ മോളെ കല്യാണി ഇങ്ങ് വന്നേന്നും പറഞ്ഞ് നമ്മുടെ കിരൺ കല്യാണിയും ദീപയും ഒക്കെ ഈ കാഴ്ചകൾ കാണിക്കുകയാണ്. ദീപയാണെങ്കിലും എനിക്ക് കാണേണ്ട, എന്തായാലും ഇന്നത്തെ രാത്രി കൊണ്ട് അവന്റെ ഈ ഒരു അർമാദിക്കലിനൊരു തീരുമാനമാകുമല്ലോ. നടക്കാത്ത കല്യാണത്തിനല്ലേമ്പേ അയാൾ ഈ കിടന്ന് തുള്ളുന്നത്. തുള്ളട്ടെ, മാക്സിമം തുള്ളട്ടെ. ഈ പ്രായത്തിൽ കുറച്ച് തുള്ളുന്നതൊക്കെ നല്ലതാ. അങ്ങനെ ഇവരൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രകാശനെ പുച്ഛിച്ച് തള്ളുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ആശുപത്രിയിലിരുന്ന് കൊച്ചുമോൾക്ക് വാവോ പാടുന്ന നമ്മുടെ ശാരിയാണ്. ശാരി കുഞ്ഞിന് താരാട്ടൊക്കെ പാടിക്കൊടുത്ത് കുഞ്ഞിനെ ആട്ടി ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നമ്മുടെ മനുവും അതുപോലെ തന്നെ രാഹുലും വരികയാണ്. എൻ്റെ മോന് കുഞ്ഞിനെ എടുക്കാൻ പേടിയാണോ? കുഞ്ഞിന്റെ തലയുറക്കാത്ത കൊണ്ടാണോ? ഒരു കാര്യം ചെയ്യാം, അമ്മ മോന് പിടിച്ചു തരാം, മോൻ കുഞ്ഞിനെ ഒന്ന് എടുക്ക്. ഒന്ന് പോതല്ലേ, ഞാനേ ഇതല്ല ഇതിനപ്പുറത്തെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തതാ. എത്ര കുഞ്ഞുങ്ങളെ എൻ്റെ ഈ കയ്യിലിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ച് ഇവൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് അങ്ങോട്ട് രാഹുൽ വന്നിട്ട് പറഞ്ഞു, എടാ മനു, ഒന്ന് അങ്ങോട്ട് വന്നേ, ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അച്ഛൻ ഇത് എന്തിന്റെ കേടാച്ചാന്നും പറഞ്ഞ് സരയു ദേഷ്യപ്പെടുകയാണ്. ഏത് നേരവും മനുവേട്ടനെ മാറ്റി നിർത്തി അച്ഛൻ ഇതിനും വേണ്ടിയും എന്ത് രഹസ്യം പറയാനുള്ളത്? ഞങ്ങൾ നിൽക്കുമ്പോൾ പറയാൻ പോരെ? അതല്ല, ഞാനേ നാളെ പ്രകാശന്റെ കല്യാണമാണല്ലോ, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. എൻ്റെ മോളെ, ഇങ്ങേർക്ക് നിനക്കൊരു കുഞ്ഞുണ്ടായിട്ട് പോലും ഇയാൾക്കൊരു സന്തോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഇയാളുടെ വട്ട് പൂർണ്ണമായിട്ട് മാറിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യണോ, താൻ ഇവിടുത്തെ ആ സൈക്കാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണ്. അപ്പം ഒരു പരിധി വരെ അയാളുടെ മരുന്ന് കൊണ്ട് തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ശാരി പറയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഒഴിവായിപ്പോ. മനുഷ്യനൊന്ന് സമാധാനം വേണ്ടേ? തന്നെയൊക്കെ ഉണ്ടല്ലോ സഹിക്കുന്ന എനിക്ക് എന്തെങ്കിലും അവാർഡ് തരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ശാരി അങ്ങ് ദേഷ്യപ്പെടുക. അപ്പം ഇനി പോട്ടെ, ഞാൻ എന്തായാലും അച്ഛൻ്റെ കൂടെ പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മനോഹരൻ രാഹുലിന്റെ പിന്നാലെ പോവാണ്. അപ്പം ഇവർ രണ്ടും പോയ സമയത്ത് അമ്മ ശരിക്കും ഈ അച്ഛൻ എന്താ അമ്മ സംഭവിച്ചതെന്ന് സരയു ചോദിക്കുക. എൻ്റെ മോളെ, നമ്മളെയും അതുപോലെ നമ്മുടെ കുടുംബത്തെയൊക്കെ സ്നേഹിച്ചിരുന്ന നിന്റെ ആ പഴയ അച്ഛൻ അയാൾ ചത്തുപോയിടി. ഇപ്പൊ നിൽക്കുന്നത് അയാളുടെ നിഴല് മാത്രമാണ്. അയാൾക്ക് ഇപ്പൊ നമ്മളോട് ആരോടും യാതൊരുവിധ സ്നേഹമോ കമ്മിറ്റ്മെന്റ്സോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഇയാളെ നമ്മൾ എങ്ങനെയാ സഹിക്കുന്നത്? എങ്ങനെയെങ്കിലും ഈ നാശം പോട്ടെ. അല്ലമ്മേ, അതിനൊക്കെ ഒരു കാരണം ഉണ്ടാകില്ലെന്ന് സരയു ചോദിക്കുക. ഉണ്ട് മോളെ, അതിന് തക്കതായ ഒരു കാരണം ഉണ്ടെന്ന് ശാരിയുടെ വായിന്ന് അബദ്ധത്തിന് വീഴുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക്